നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. താനൂർ നഗരസഭയുടെ 41ാം ഡിവിഷനിൽ ഉൾപ്പെട്ട ചിറക്കൽ വെള്ളത്തൂർ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്റെ ഭൂമിയിൽ നിന്ന് മാത്രം സ്ഥലമെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി സ്ഥല ഉടമ രംഗത്ത്. ചിറക്കൽ കലങ്ങൽ ചന്ദ്രികയാണ് ഇത് സംബന്ധിച്ച ആരോപണവുമായി താനൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത്. നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഈ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭൂ ഉടമകളായ ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെയാണെന്നും ഇവർ ആരോപിച്ചു. Class Center for Competitive Examinations, KKM College Building, Ring Road, Tirur. KPR Building near IDBI Bank, Ring Road, Tirur. വെള്ളത്തൂർ റോഡിന്റെ അവസാന ഭാഗത്ത് തങ്ങൾക്ക് കുടിക്കിടപ്പായി കിട്ടിയ 6 അവകാശികളുള്ള 10 സെന്റ് ഭൂമിയിലെ തെക്ക് ഭാഗത്തെ അതിർത്തിയിലൂടെയാണ് അയൽവാസിയും താനൂർ നഗരസഭയിലെ 42ാം ഡിവിഷൻ BJP കൗൺസിലറുമായ ഗീതയും കുടുംബവും വഴി നടക്കുന്നതെന്നും എന്നാൽ ഇതിന്റെ മറവിൽ 13 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് വാഹന സൗകര്യത്തിനായി ഇവർ അതിർത്തി പൊളിച്ചു നീക്കുകയായിരുന്നുവെന്നുമാണ് ചന്ദ്രികയും കുടുംബവും ആരോപിക്കുന്നത്. ആ 15ാം വാർഡിലെ SC-ക്കാരെ അറിയണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. പിന്നെ ഞാൻ അതിന് കംപ്ലൈന്റിന് പോയില്ല, ഇതിനും പോയിട്ടില്ല. കാരണം ഇതിന്റെ പിന്നെ ഓരോ കേസ് കൊടുക്കുക. അപ്പോൾ എന്നോട് പോലീസ് സ്റ്റേഷനിൽ ഒരു ആൾ പറഞ്ഞു, അതിൽ ഇവർ 3 ആൾ കൊടുത്തില്ല, ഒരു കുട്ടി ഒരു പാവം കുട്ടിയാണ് ചേച്ചിയെ, നിങ്ങളത് ചെയ്യരുത്, കൊച്ചു കൊടുക്കുമ്പോൾ അത് ആ കുട്ടി ഒരു പാവല്ലേ, ആ കുട്ടി ഇതൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ കേസിന് പോയാൽ പിന്നാലെ പോകണം, ഓരും പോകണം, നമ്മളും പോകണം, ഇതാക്കട്ടെ. ഈ കേസായിട്ട് പോയാൽ എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ പൈസ നമ്മളിങ്ങനെ കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നങ്ങൾ. നമുക്ക് വേറെ അവിടെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ അവിടെ. അവസാനം ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്താ, എന്നെ കൊന്നിട്ട് നിങ്ങൾ അവിടെ റോഡ് വെട്ടുമെന്ന് പറഞ്ഞ്. ഇതിലങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്നെ കൊന്ന് ഒരു റോഡ് വെട്ടുന്നു. അത് ശരിയാണ്. ഇനി എന്തായാലും നമ്മൾ ഓരും വിളിക്കും. കാരണം നമ്മൾ എന്ത് വിളിച്ചാലും ഒരു പത്രസമ്മേളനം നടത്തും. ഓരോ നമ്മൾ സത്യമാണ് പറയുന്നത്. നമ്മളെ ഭാഗത്ത് ക്ലിയർ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമ്മൾ വിളിച്ചാൽ വരാനും ആധാരം തയ്യാറാക്കാനും നമ്മൾ തയ്യാറാണ്. ആധാരത്തിന് വഴി ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. ഒരു വഴിയില്ലാത്ത ആധാരത്തിൽ ഒരു വഴി നടന്നു പോകാൻ അനുവാദം കൊടുത്തതിന് ഇത്രയും ക്രൂരത ഞങ്ങൾ ചെയ്യണം. അത് മാന്യത ചെയ്യാം. റോഡ് വേണം എല്ലാവർക്കും. ഈ കൗൺസിലർ വന്നതിന്റെ ശേഷമാണ് അവിടെ പൊളി നടക്കുന്നതും എല്ലാതും ഉള്ളത്. ഞങ്ങൾ ഉപദ്രവിക്കുന്നത് കാരണം അത്ര രീതിക്ക് ഞാൻ അവരോട് ഇത് ഉണ്ടായിട്ട് പറയല്ല. അതിന് ശേഷം ആകുമ്പോൾ നമുക്ക് ആ കൗൺസിലറോടെ പറയാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ കൗൺസിലർ വന്നപ്പോൾ പറഞ്ഞ് ആരെന്ത് ചെയ്താലും കൗൺസിലറെ പേരേ പറയുള്ളൂ, നിങ്ങളെ പേരിലാണ് ഇത് ഇവിടെ അറിയപ്പെടുന്നത്. കാരണം കൗൺസിലറും അവിടെ ഗീതന്റെ വീട്ടിൽ കൗൺസിലർ വരുന്നത് ഞങ്ങൾ കാണുന്നത് എല്ലാറ്റിനും വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഓരോ മെമ്പർമാരാണ്, ഓരോ വീട്ടിൽ പലരും വരുന്നുണ്ട്. ഭയങ്കര ദ്രോഹമുണ്ട് ഞങ്ങൾക്ക്. ഗീതന്റെ വീട്ടിലുള്ള അവരെ കൊണ്ട് ദ്രോഹം ഇതാണ്. പോകുമ്പോ നിങ്ങൾ ആരാണ്, ഇത് ഞങ്ങൾ റോഡല്ലേ, നിങ്ങൾ ആരാ അത് പറയാ ചെയ്യൂ എന്നും കല്ലെടുത്തുകൊണ്ട് മാറ്റുക. പോകുമ്പോ അത്ര അധികാരത്തിലാണ് അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നത്. മുനിസിപ്പാലിറ്റിന്റെ പേരിൽ കേസ് എടുക്കല്ലേ. അവിടെ സ്റ്റേ ഓർഡർ ഉണ്ട് മുനിസിപ്പാലിറ്റിയില്. മുനിസിപ്പാലിറ്റിയെ പറഞ്ഞിട്ട് ഇവർ തൊടാൻ പാടില്ല. അവിടെ മുനിസിപ്പാലിറ്റിന്റെ സ്റ്റേ ഉണ്ട് ഞങ്ങളുടെ കയ്യില്. മുനിസിപ്പാലിറ്റിയോട് അവിടെ തൊടരുതെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ ഉണ്ട്. കേസ് കഴിയണോ. നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഈ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭൂ ഉടമകളായ ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെയാണെന്നും വില്ലേജ് രേഖകളിൽ വന്ന തെറ്റായ വിവരങ്ങൾക്കെതിരെ തങ്ങൾ ലാൻഡ് ട്രൈബ്യൂണൽ ബോർഡ് അടക്കമുള്ളവയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഭൂ ഉടമകൾ പറയുന്നത്. ഈ വിഷയത്തിൽ 13 വർഷത്തോളമായി കടുത്ത മാനസിക പീഡനം അനുഭവിച്ചു വരികയാണെന്നും ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുമാണ് ഇവർ പറയുന്നത്. പ്രദേശത്തെ കൗൺസിലർമാരടക്കമുള്ള ഉന്നതരുടെ പിന്തുണയോടെ മതിൽ പൊളിക്കാൻ രാത്രിയിൽ ആയുധങ്ങളുമായി വന്നവർ തങ്ങളെ ശാരീരികമായി ആക്രമിക്കാനും സാധ്യതയുണ്ടെന്നും ഭയന്നാണ് ജീവിക്കുന്നതെന്നും ഇവർ താനൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വാർത്താ സമ്മേളനത്തിൽ ലീല കല്ലിങ്ങൽ, ചന്ദ്രിക കല്ലിങ്ങൽ, നിഷ കിഴക്കുംപാട്ട്, വി ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, താനൂർ.